Hi students, welcome back to again motion in a plane, circular motion. ഞാൻ പറഞ്ഞല്ലോ 2 ക്ലാസ്സോട് കൂടി നമ്മുടെ ചാപ്റ്റർ തീരും. ഓക്കെ, ഒരു വിധം തീരും. പിന്നെ പ്രോബ്ലംസ് ഉണ്ട്, അത് നമ്മൾ കുറച്ചുകൂടെ ചിലപ്പോൾ 1-2 ക്ലാസ് കൂടെ നമുക്ക് വേണ്ടി വരും കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റും ആംഗുലാർ വെലോസിറ്റിയും അവരുടെ ഡയറക്ഷനെ കുറിച്ചും നമ്മൾ പറഞ്ഞു അല്ലേ. ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്, ആംഗുലാർ വെലോസിറ്റി. അപ്പോൾ അടുത്ത് എന്താ വരേണ്ടത്? ആംഗുലാർ ആക്സലറേഷൻ വരണം അല്ലേ. പക്ഷെ ഞാൻ ആംഗുലാർ ആക്സലറേഷന് മുന്നേ ആക്സലറേഷൻ ഒന്ന് ഡിഫൈൻ ചെയ്ത് തരാം. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇത്. നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ NCERT ബുക്കിൽ കാണാത്ത കുറച്ച് അഡീഷണൽ പോയിന്റ്സ് ആണ് പറയുന്നത്. ആക്സലറേഷനെ കുറിച്ചാണ് ഞാൻ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നോട്ട് ആംഗുലാർ ആക്സലറേഷൻ, ആക്സലറേഷൻ. ഓക്കെ, ഇപ്പോൾ ഒരു ബോഡി എക്സിക്യൂട്ടിംഗ് സർക്കുലർ മോഷൻ at a particular instant, body is here. It is revolving with an angular velocity omega. At that point, its angular velocity is omega. Instantaneous angular velocity is omega. Velocity കിട്ടാൻ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ടാൻജൻറ്റ് വരച്ചാൽ മതി. അപ്പോൾ ആ പോയിന്റിൽ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഞാനിതാ ഇവിടേക്ക് മാർക്ക് ചെയ്തു. ഇതാണ് വെലോസിറ്റിയുടെ ഡയറക്ഷൻ. ഓക്കെ, മൈ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ആക്സലറേഷൻ? ആക്സലറേഷൻ എവിടേക്കാണെന്ന് ഒന്ന് ഗസ് ചെയ്യാവോ? ഞാനൊരു 5 സെക്കൻഡ് സമയം തരാം, നിങ്ങളൊന്ന് പെട്ടെന്ന് ഗസ് ചെയ്യൂ. വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ആക്സലറേഷൻ? 1 2 3 4 5. കിട്ടിയോ? ഞാൻ പറയട്ടെ. യെസ്, വെലോസിറ്റിയുടെ അതേ ഡയറക്ഷനിലായിരിക്കുമോ ആക്സലറേഷൻ? ഓപ്പോസിറ്റ് ആയിരിക്കുമോ അതോ പെർപെൻഡിക്കുലർ ആയിരിക്കുമോ? നിങ്ങൾ പറയൂ. ആക്സലറേഷൻ്റെ ഡയറക്ഷൻ ഞാൻ മാർക്ക് ചെയ്യാം. വെലോസിറ്റിയുടെ അതേ ഡയറക്ഷനിൽ വരുന്ന ആക്സലറേഷനെ പറയുന്ന പേരാണ് ടാൻജൻഷ്യൽ ആക്സലറേഷൻ. ഓക്കെ, ടാൻജൻഷ്യൽ ആക്സലറേഷൻ. അതേ സമയത്ത് സെൻട്രലോട്ട് വരുന്ന ആക്സലറേഷനെ പറയുന്ന പേരാണ് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ. സോ സർക്കുലർ മോഷനിൽ ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ 2 കമ്പോണൻറ്റുകളാണ്. ഏതൊക്കെയാണ്? ടാൻജൻഷ്യൽ ആക്സലറേഷനും സെൻട്രിപെറ്റൽ ആക്സലറേഷനും. വെലോസിറ്റിയുടെ അതേ ഡയറക്ഷനിൽ വരുന്ന ആക്സലറേഷനെ നമ്മൾ ടാൻജൻഷ്യൽ ആക്സലറേഷൻ എന്നും സെൻട്രലോട്ട് ആക്ട് ചെയ്യുന്ന ആക്സലറേഷനെ നമ്മൾ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ എന്നും പറയും. ഓക്കെ, ഇനി പറയട്ടെ ആക്സലറേഷൻ്റെ ഡയറക്ഷൻ എവിടേക്കാണെന്ന്. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 2 കമ്പോണൻസും കൂടെ ചേർത്ത് നിങ്ങൾ പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്യുന്നു. എന്നിട്ട് നിങ്ങൾ ഡയഗണൽ വരയ്ക്കുന്നു. ഡയഗണൽ ഇതാ, ഡയഗണൽ. ഇതാണത്രേ ആക്സലറേഷൻ്റെ ഡയറക്ഷൻ. ഓക്കെ, പല കുട്ടികൾക്കുമുള്ളൊരു കൺഫ്യൂഷനാണ്. ആക്സലറേഷൻ വെലോസിറ്റിയുടെ അതേ ഡയറക്ഷനാണെന്ന് പറയും. റോങ്. ആൾവേസ് ആക്സലറേഷനും വെലോസിറ്റിയും ഒരേ ഡയറക്ഷൻ ആവണമെന്ന് ഒരു നിർബന്ധമില്ല. വെലോസിറ്റിയുടെ അതേ ഡയറക്ഷനിൽ വരുന്ന ആക്സലറേഷനെ നമ്മൾ ടാൻജൻഷ്യൽ ആക്സലറേഷൻ എന്നും വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലറായി വരുന്ന ആക്സലറേഷനെ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ഓർ നോർമൽ ആക്സലറേഷൻ ഓർ റേഡിയൽ ആക്സലറേഷൻ 3 പേരുകളിൽ അറിയപ്പെടും. സെൻട്രിപെറ്റൽ ആക്സലറേഷൻ എന്ന് പറഞ്ഞാലും റേഡിയൽ ആക്സലറേഷൻ എന്ന് പറഞ്ഞാലും നോർമൽ ആക്സലറേഷൻ എന്ന് പറഞ്ഞാലും ആരാണ്? സെൻട്രലോട്ടുള്ള ആക്സലറേഷനാണ്. ഇതിൻ്റെ റിസൾട്ടൻ്റ് എവിടേക്കാണോ ആ ഡയറക്ഷനിലാണ് ആക്സലറേഷൻ്റെ ഡയറക്ഷൻ. ഞാൻ പറഞ്ഞത് ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ നോക്കൂ, ആക്സലറേഷനും വെലോസിറ്റിയും തമ്മിലുള്ള ആംഗിൾ തീറ്റ എന്ന് വിചാരിച്ചോളൂ. തീറ്റ. സോ ഞാൻ പറയുന്നു ആംഗിൾ ബിറ്റ്വീൻ ആക്സലറേഷൻ ആൻഡ് വെലോസിറ്റി ഈസ് തീറ്റ. ദാറ്റ് ടൈപ്പ് ഓഫ് സർക്കുലർ മോഷൻ ഈസ് കാൾഡ് accelerated circular motion. What kind of circular motion? Accelerated circular motion. എന്തുകൊണ്ടാണ് ആക്സലറേറ്റ് ചെയ്തത്? നോക്കൂ, ഇതിൽ ആദ്യത്തെ കമ്പോണൻ്റ് ഉണ്ടല്ലോ, ടാൻജൻഷ്യൽ ആക്സലറേഷൻ, AT എന്ന് പറഞ്ഞാൽ d/dt ഓഫ് ആരാണ്? v എന്ന് പറയുമ്പോൾ സ്പീഡാണ്. ഓക്കെ, സ്പീഡ് ചേഞ്ച് ആക്കുന്ന ആക്സലറേഷന് പറയുന്ന പേരാണ് ടാൻജൻഷ്യൽ ആക്സലറേഷൻ. വെലോസിറ്റിയുടെ അതേ ഡയറക്ഷനിൽ ടാൻജൻഷ്യൽ ആക്സലറേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന് മീനിങ്
ബോഡി റിവോൾവ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്ത് വരുമെന്നാണ് മീനിങ്. സ്പീഡ് ഇൻക്രീസ് ആയി വരുന്ന ആക്സലറേഷനെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ആ സർക്കുലാർ മോഷനെ പറയുന്ന പേരാണ് ആക്സലറേറ്റഡ് സർക്കുലാർ മോഷൻ. അപ്പോൾ ഓർമ്മിച്ച് വെച്ചോളൂ, ഇൻ ആക്സലറേറ്റഡ് സർക്കുലാർ മോഷൻ വെലോസിറ്റി ആൻഡ് ടാൻജൻഷ്യൽ ആക്സലറേഷൻ ആർ അലോങ് സെയിം ഡയറക്ഷൻ. ഓക്കെ, ദെൻ AC സെൻട്രിപെറ്റൽ ആക്സലറേഷൻ. ഇത് കാണാനുള്ള ഇക്വേഷൻ തൽക്കാലം ഞാൻ എഴുതുന്നു, ഇതിൻ്റെ ഡെറിവേഷൻ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. v²/r എങ്ങനെ ഡിറൈവ് ചെയ്യുന്നുള്ളത് ഞാൻ വരുന്ന ക്ലാസ്സിൽ പറയും. v²/r ഇതിനെ പറയുന്ന പേരാണ് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ഓർ റേഡിയൽ ആക്സലറേഷൻ ഓർ നോർമൽ ആക്സലറേഷൻ. എന്താണ് അയാളുടെ ഇമ്പോർട്ടൻസ്? ഒരു ബോഡി റിവോൾവ് ചെയ്യുമ്പോൾ വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലറായി വരുന്ന കമ്പോണൻ്റാണ് ബോഡിയുടെ ഡയറക്ഷൻ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഡയറക്ഷൻ മാറ്റുന്ന ആക്സലറേഷൻ പറയുന്ന പേരാണ് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ. സോ ഇൻ സർക്കുലാർ മോഷൻ ആക്സലറേഷൻ ഹാസ് ടു കമ്പോണൻറ്റ്സ്. വാട്ട് ആർ ദേ? വൺ, along the direction of velocity, it is called tangential acceleration, responsible for the increase in speed of the body. Okay, then centripetal acceleration or normal acceleration or radial acceleration responsible for change in direction of the body, that is circular motion. ഇപ്പോൾ ബോഡി റിവോൾവ് ചെയ്യണമെങ്കിൽ മസ്റ്റായി എന്ത് വേണം? സെൻട്രിപെറ്റൽ ആക്സലറേഷൻ വേണം. ടാൻജൻഷ്യൽ ആക്സലറേഷൻ ഇല്ലെങ്കിലും ബോഡിക്ക് റിവോൾവ് ചെയ്യാൻ കഴിയും. റിവോൾവ് ചെയ്യുമ്പോൾ ബോഡിയുടെ സ്പീഡ് കൂടി വരുന്നുണ്ടെങ്കിൽ അതിനാണ് ടാൻജൻഷ്യൽ ആക്സലറേഷൻ ആവശ്യമുള്ളൂ. ഓൺലി സർക്കുലാർ മോഷൻ മാത്രമേ ആവശ്യമുള്ളൂ, യൂണിഫോം സർക്കുലാർ മോഷൻ മാത്രമാണ് നടക്കുന്നതെങ്കിൽ ടാൻജൻഷ്യൽ ആക്സലറേഷൻ 0 എന്ന് പറയാം. അപ്പോൾ ഓർമ്മിച്ച് വെച്ചോളൂ, ആക്സലറേഷൻ has two components, tangential acceleration and centripetal acceleration. Tangential acceleration responsible for increase in speed and centripetal acceleration responsible for change in direction. ഇനി നമുക്കറിയാം നെറ്റ് ആക്സലറേഷൻ A എന്ന് പറയുമ്പോൾ എന്ത് വരുന്നു? ടാൻജൻഷ്യൽ ആക്സലറേഷൻ്റെയും അതുപോലെ തന്നെ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ്റെയും വെക്ടർ സം എടുത്താൽ പോരെ. അങ്ങനെയാണെങ്കിൽ ആക്സലറേഷൻ A ഈസ് ഈക്വൽ ടു, എയുടെ മാഗ്നിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു, നമുക്കൊരു കാര്യം എഴുതാം, √AT² പ്ലസ് AC² എന്ന് എഴുതാം. കാരണം നോക്കൂ, ATയും ACയും തമ്മിലുള്ള ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സലറേഷൻ √AT² പ്ലസ് AC². ഇത്രയും ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഈ ടൈപ്പ് സർക്കുലാർ മോഷൻ പറയുന്ന പേരെന്താണ്? ആക്സലറേറ്റഡ് സർക്കുലാർ മോഷൻ. ഇൻ ആക്സലറേറ്റഡ് സർക്കുലാർ മോഷൻ tan θ ഈസ് ഈക്വൽ ടു, നോക്കൂ, tan θ ഈക്വൽ ടു, നിങ്ങൾ എന്താ പഠിച്ചുള്ളത്? ഓപ്പോസിറ്റ് സൈഡ് AC ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് AT. സോ θ ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് AC ഡിവൈഡഡ് ബൈ AT. ദിസ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ velocity and acceleration. In accelerated circular motion, angle between velocity and acceleration is tan inverse AC by AT. Remember that angle is an acute angle. Come on, what kind of angle? Acute angle. So ഓർമ്മിച്ചു വെച്ചോളൂ, if this angle is acute, that is the angle between velocity and acceleration is acute, it is the case of ആക്സലറേറ്റഡ് സർക്കുലാർ മോഷൻ. ആക്സലറേറ്റഡ് സർക്കുലാർ മോഷൻ, അതായത് സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുന്ന സർക്കുലാർ മോഷനെയാണ് നമ്മൾ ആക്സലറേറ്റഡ് സർക്കുലാർ മോഷൻ എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ ആക്സലറേറ്റഡ് സർക്കുലാർ മോഷനെ കുറിച്ച് പറയുന്നില്ല, നമ്മൾ യൂണിഫോം സർക്കുലാർ മോഷനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ഓർമ്മിച്ച് വെച്ചോളൂ, ഇൻ യൂണിഫോം സർക്കുലാർ മോഷൻ ടാൻജൻഷ്യൽ ആക്സലറേഷൻ ഈസ് 0. ടാൻജൻഷ്യൽ ആക്സലറേഷൻ ഈസ് 0. അപ്പോൾ ഏത് ആക്സലറേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ? സെൻട്രിപെറ്റൽ ആക്സലറേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇൻ യൂണിഫോം സർക്കുലാർ മോഷൻ there is only centripetal acceleration. That is, the entire acceleration is acting towards center, no tangential acceleration. അപ്പം നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇതിപ്പം നമ്മൾ പറഞ്ഞല്ലോ ആക്സലറേറ്റഡ് സർക്കുലാർ മോഷൻ, ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ നിങ്ങൾക്ക് ഡീസലറേറ്റഡ് സർക്കുലാർ മോഷനും കൂടെ പറഞ്ഞുതരാം. ഡീസലറേറ്റഡ് സർക്കുലാർ മോഷൻ, അതിനുശേഷം നമുക്ക് പഠിക്കാനുള്ളത് യൂണിഫോം സർക്കുലാർ മോഷനാണ്, അതിലോട്ട് നമുക്ക് പോകാം. അപ്പം നെക്സ്റ്റ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നു
ഡീസലറേറ്റഡ് സർക്കുലാർ മോഷൻ, സ്പീഡ് കുറഞ്ഞു വരുന്ന സർക്കുലാർ മോഷൻ. ഓക്കെ, ഡീസലറേറ്റഡ് സർക്കുലാർ മോഷനാണ് നമ്മൾ ഇനി പറയുന്നത്. അപ്പോൾ ഡയറക്ഷൻ ലിറ്റിൽ കൺഫ്യൂഷനൊക്കെ ഉണ്ടാക്കും ചിലപ്പോൾ, പക്ഷെ എങ്ങനെ ഇരിക്കണം, എനിക്കിത് മനസ്സിലായേ പറ്റൂ വിചാരിച്ചിരിക്കണം. ഓക്കെ, അതായത് കോംപ്രമൈസ് ചെയ്യരുത്, അതായത് പിന്നെ പഠിക്കാം എന്ന് ചിന്തിക്കരുത്. നമുക്ക് ഇപ്പം തന്നെ ഇത് പഠിക്കണം. ആക്ച്വലി ഇതിപ്പോൾ 4-5 ചാപ്റ്റർ കഴിഞ്ഞ് പഠിച്ചാലും മതി, പക്ഷേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ, അതുകൊണ്ട് കോംപ്രമൈസ് ചെയ്യരുത്. ഓക്കെ, അപ്പം ഞാൻ ഡീസലറേറ്റഡ് സർക്കുലർ മോഷനിലോട്ടാണ് പോകുന്നത്. എ ബോഡി ഈസ് എക്സിക്യൂട്ടിംഗ് ആൻറ്റി ക്ലോക്ക് വൈസ് റെവല്യൂഷൻ. സി അറ്റ് ദിസ് പോയിന്റ് the direction of velocity is like this, tangent to the circle. Okay, നോക്കൂ, ദാ സെൻറ്ററിലോട്ട് ആക്ട് ചെയ്യുന്ന ആക്സലറേഷൻ ആണ് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ഓർ നോർമൽ ആക്സലറേഷൻ, അതിൽ മാറ്റമൊന്നുമില്ല. പക്ഷേ ഇവിടെ നോക്കൂ, ദാ വെലോസിറ്റിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ടാൻജൻഷ്യൽ ആക്സലറേഷൻ വരുന്നു. ഞാൻ കഴിഞ്ഞതിൽ ഡിസ്കസ് ചെയ്തപ്പോൾ വെലോസിറ്റിയും ടാൻജൻഷ്യൽ ആക്സലറേഷനും ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ ആ ടാൻജൻഷ്യൽ ആക്സലറേഷൻ ബോഡിയുടെ സ്പീഡ് ഇൻക്രീസ് ചെയ്യിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ അതാണ് ആക്സലറേറ്റഡ് സർക്കുലാർ മോഷൻ. ഓർമ്മിച്ച് വെച്ചോളൂ, ഇൻ ഡീസലറേറ്റഡ് സർക്കുലാർ മോഷൻ ആംഗിൾ ബിറ്റ്വീൻ വെലോസിറ്റി ആൻഡ് ടാൻജൻഷ്യൽ ആക്സലറേഷൻ ഈസ് 180 ഡിഗ്രി. സെൻട്രിപെറ്റൽ ആക്സലറേഷന് മാറ്റമൊന്നുമില്ല, അത് സ്റ്റിൽ ആക്ടിങ് ടുവേർഡ്സ് സെൻറ്റർ. That is angle between velocity and centripetal acceleration is 90 degree. പക്ഷേ വെലോസിറ്റിയും ടാൻജൻഷ്യൽ ആക്സലറേഷനും തമ്മിലുള്ള ആംഗിൾ 180 ഡിഗ്രിയാണ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ടാൻജൻഷ്യൽ ആക്സലറേഷനും സെൻട്രിപെറ്റൽ ആക്സലറേഷനും കൂടെ ചേർത്ത് ഞാൻ പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്ത് ഡയഗണൽ വരച്ചാൽ ഇതല്ലേ ആക്സലറേഷൻ്റെ ഡയറക്ഷൻ. അങ്ങനെ വരുമ്പോൾ നോക്കൂ, ഈ ആക്സലറേഷൻ്റെ ഡയറക്ഷനും അതുപോലെ തന്നെ വെലോസിറ്റിയുടെ ഡയറക്ഷനും തമ്മിലുള്ള ആംഗിൾ, സി ദിസ് ഈസ് അക്യൂട്ട് ആണോ ഒബ്റ്റ്യൂസ് ആണോ? കമോൺ. Yes, no doubt it is obtuse. So, what is decelerated circular motion? In decelerated circular motion, angle between velocity and tangential acceleration is 180 degree. That's why angle between velocity and acceleration is obtuse. അപ്പോൾ ഓർമ്മിച്ച് വെച്ചോളൂ, angle between velocity and acceleration is acute. Then it is called accelerated circular motion. Angle between velocity and acceleration is obtuse. Then that type of circular motion is called decelerated circular motion. അതായത് സ്പീഡ് കുറയുന്ന സർക്കുലാർ മോഷൻ. നമ്മൾ ഈ ഫാനൊക്കെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളങ്ങ് സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ഫാൻ്റെ ടിപ്പ് ഉണ്ടല്ലോ, ലീഫിൻ്റെ ടിപ്പ്, അത് അതിൻ്റെ സ്പീഡ് കറങ്ങുമ്പോൾ കുറഞ്ഞ് അങ്ങ് സ്റ്റോപ്പ് ആവാറില്ലേ? അങ്ങനെ എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. കറങ്ങുന്ന സമയത്ത് സ്പീഡ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് സർക്കുലാർ മോഷൻ ഈസ് കാൾഡ് ഡീസലറേറ്റഡ് സർക്കുലാർ മോഷൻ. ഹൗ വി ക്യാൻ ഡിസ്റ്റിംഗ്വിഷ് ആക്സലറേറ്റഡ് സർക്കുലാർ മോഷൻ വിത്ത് ഡീസലറേറ്റഡ് വൺ? ഇൻ ആക്സലറേറ്റഡ് സർക്കുലാർ മോഷൻ ആംഗിൾ ബിറ്റ്വീൻ വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ ഈസ് അക്യൂട്ട്. ഇൻ ഡീസലറേറ്റഡ് സർക്കുലാർ മോഷൻ ആംഗിൾ ബിറ്റ്വീൻ വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ ഈസ് ഒബ്റ്റ്യൂസ്. ഓക്കെ, ആക്സലറേറ്റഡ് സർക്കുലാർ മോഷൻ ആയാലും ഡീസലറേറ്റഡ് സർക്കുലാർ മോഷൻ ആയാലും സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ഈസ് ആക്ടിങ് ടുവേർഡ് സെൻറ്റർ. ബോഡി എവിടെയാണോ ആ പോയിന്റിൽ നിന്നും നിങ്ങൾ സെൻറ്ററിലോട്ട് ഒരു ലൈൻ വരച്ചാൽ ആ ഡയറക്ഷനിലായിരിക്കും സെൻട്രിപെറ്റൽ ആക്സലറേഷൻ. അതുകൊണ്ടാണ് അയാളെ റേഡിയൽ ആക്സലറേഷൻ എന്ന് പറയുന്നത്, റേഡിയസിലൂടെ ആക്ട് ചെയ്യുന്നതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ വീണ്ടും നമുക്ക് എഴുതാം, നെറ്റ് ആക്സലറേഷൻ എ ഈസ് ഈക്വൽ ടു ടാൻജൻഷ്യൽ ആക്സലറേഷൻ പ്ലസ് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ, അതിൽ മാറ്റമൊന്നുമില്ല. അതുപോലെ ആക്സലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് ചോദിച്ചാൽ AT² പ്ലസ് AC². ഇതിലാകെയുള്ള വ്യത്യാസം ഇതാണ്, ഈ ആംഗിൾ എന്തായിരിക്കും? ഒബ്റ്റ്യൂസ് ആയിരിക്കും. ഞാൻ ചോദിക്കട്ടെ, വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ വെലോസിറ്റി ആൻഡ് ടാൻജൻഷ്യൽ ആക്സലറേഷൻ? 180 ഡിഗ്രി. വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ വെലോസിറ്റി ആൻഡ് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ? 90 ഡിഗ്രി. വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ? ഇറ്റ് ഈസ് ആൻ ഒബ്റ്റ്യൂസ് ആംഗിൾ. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നമുക്ക് ആവശ്യമുള്ള ഈ ചാപ്റ്ററിൽ നമുക്ക് ആവശ്യം യൂണിഫോം സർക്കുലർ മോഷനാണ്. ഇതിൽ രണ്ടിൽ നിന്നൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ഈസ് ആക്ടിങ് ടുവേർഡ് സെൻറ്റർ, നോ ഡൗട്ട്. കാരണം കറങ്ങണമെങ്കിൽ എന്ത് വേണം? സെൻട്രിപെറ്റൽ ആക്സലറേഷൻ വേണം. പക്ഷേ ടാൻജൻഷ്യൽ ആക്സലറേഷൻ 0 ആയിരിക്കും. അപ്പം നമ്മുടെ നെക്സ്റ്റ് ഡിസ്കഷൻ പോയിന്റ് യൂണിഫോം സർക്കുലർ മോഷൻ, വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. യൂണിഫോം സർക്കുലർ മോഷൻ നോക്കൂ, ബോഡി എക്സിക്യൂട്ടിംഗ് യൂണിഫോം സർക്കുലർ മോഷൻ. At this point the velocity along this direction, let us assume in this direction,
ടാൻജൻറ്റ് വരച്ചാൽ മതി. ഇതാ സെൻറ്ററിലോട്ടുള്ള ആക്സലറേഷനാണ് ആര്? സെൻറ്ററിലോട്ടുള്ള ആക്സലറേഷനെ പറയുന്ന പേരാണ് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ഓർ നോർമൽ ആക്സലറേഷൻ ഓർ റേഡിയൽ ആക്സലറേഷൻ. ഇവിടെ ആരില്ല, ടാൻജൻഷ്യൽ ആക്സലറേഷൻ 0. അപ്പോൾ പിന്നെ ഒരു കാര്യം കൂടെ തീരുമാനമായി, ദിസ് ആംഗിൾ ഈസ് 90 ഡിഗ്രി. വെലോസിറ്റിയും ആക്സലറേഷനും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി വരുമോ? വരാം. ദാ എക്സാമ്പിൾ. നിങ്ങൾ 1 ഡയമെൻഷണൽ മോഷൻ എന്നുള്ള ചാപ്റ്ററിൽ വെലോസിറ്റിയും ആക്സലറേഷനും തമ്മിലുള്ള ആംഗിൾ എന്ത് മാത്രമേ വരാവൂ എന്ന് പഠിപ്പിച്ചു? 0 ഡിഗ്രിയും 180 ഡിഗ്രിയും മാത്രം. ശരിക്കും അങ്ങനെയാണോ? നമ്മൾ ആ ചാപ്റ്ററിൽ നമ്മളത് ലിമിറ്റ് ചെയ്തു, അത്രയേ ഉള്ളൂ. കാരണം നമ്മൾ ഗ്രാവിറ്റിയുടെ കേസ് പറയുമ്പോൾ മുകളിലേക്ക് അറിയണു, ആക്സലറേഷൻ താഴേക്ക്. അപ്പോൾ വെലോസിറ്റിയും ആക്സലറേഷനും തമ്മിൽ 0 വരുന്ന കേസുകളും 180 ഡിഗ്രി വരുന്ന കേസുകളുമാണ് നമ്മൾ 1 ഡയമെൻഷണൽ മോഷനിൽ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ മീനിങ് അങ്ങനെ മാത്രമേ വരാവൂ എന്നല്ല. ഓർമ്മിക്കുക, 2 ഡയമെൻഷണൽ മോഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാം വെലോസിറ്റിയും ആക്സലറേഷനും തമ്മിലുള്ള ആംഗിൾ എന്ത് വേണമെങ്കിലും വരാം. ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ആവണമെന്ന് കമ്പൽസറി അല്ല. ന്യൂട്ടൺ സെക്കൻഡ് ലോ നിങ്ങൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കുന്നു. ആക്സലറേഷൻ ഈസ് ഇൻ ദ ഡിറക്ഷൻ ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി. ഓക്കെ, നോട്ട് അലോങ് വെലോസിറ്റി. ആക്സലറേഷൻ ഈസ് അലോങ് ദ ഡയറക്ഷൻ ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി. വെലോസിറ്റിയിൽ വരുന്ന ചേഞ്ചിൻ്റെ ഡയറക്ഷനും ആക്സലറേഷൻ്റെ ഡയറക്ഷനും സെയിമാണ്. കാരണം വെലോസിറ്റി ചേഞ്ച് ആക്കുന്നത് ഫോഴ്സാണ്. ഫോഴ്സ് F=ma. അങ്ങനെയുള്ള ആക്സലറേഷനും ചേഞ്ച് ഇൻ വെലോസിറ്റിയും ഒരേ ഡയറക്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ആക്സലറേഷൻ ബോഡി എന്ത് ചെയ്യും? കണ്ടിന്യൂസ് ആയിട്ട് ബോർഡർ ഡയറക്ഷൻ മാറ്റിക്കൊണ്ടിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് ബോർഡർ ഡയറക്ഷൻ മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ ഓർമ്മിച്ചോളൂ, സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ചേഞ്ച് ഇൻ ഡയറക്ഷൻ. ചേഞ്ച് ഇൻ ഡയറക്ഷൻ. Okay, so here what is the angle between velocity and acceleration? 90 degree. What is the angle between velocity and tangential acceleration? ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ടാൻജൻഷ്യൽ ആക്സലറേഷൻ ഇല്ല, ക്വസ്റ്റ്യൻ മീനിങ്ലെസ്. ഓക്കെ, വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ വെലോസിറ്റി ആൻഡ് ആംഗുലാർ വെലോസിറ്റി? 90 ഡിഗ്രി. വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ആൻഡ് ആംഗുലാർ വെലോസിറ്റി? 90 ഡിഗ്രി. ഇനി നമുക്ക് ആവശ്യം ഈ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ്റെ ഡെറിവേഷൻ നമുക്ക് കാണണം. അതായത് വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ആൻഡ് വെലോസിറ്റി, അതാണ് നമ്മൾ ഇനി ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇഫ് വെലോസിറ്റി ഈസ് പെർപെൻഡിക്കുലർ ടു ആക്സലറേഷൻ, then that type of circular motion is called uniform circular motion. അതായത് സെൻട്രലോട്ടുള്ള ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ അത് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ആണെന്നല്ലേ ഞാൻ പറഞ്ഞത്. അപ്പം നെറ്റ് ആക്സലറേഷനും സെൻട്രിപെറ്റൽ ആക്സലറേഷനും സെയിമാണ്, കാരണം ടാൻജൻഷ്യൽ ആക്സലറേഷൻ ഇല്ല. ഓക്കെ, യൂണിഫോം സർക്കുലാർ മോഷൻ എക്സാമ്പിൾ ഏതാ? ഞാൻ പറഞ്ഞു ഇലക്ട്രോൺ റിവോൾവ് അറൗണ്ട് ദ ന്യൂക്ലിയസ്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോണിൻ്റെ ആക്സലറേഷൻ എവിടേക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ടുവേർഡ് സെൻറ്റർ എന്ന് പറയാറുണ്ട്. അതിന് കാരണം അവിടെ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ മാത്രമേ ഉള്ളൂ. ഏതില്ലാത്തത് കൊണ്ടാണ്? ടാൻജൻഷ്യൽ ആക്സലറേഷൻ ഇല്ലാത്തത് കൊണ്ടാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ പറയുന്നത്? അപ്പോൾ വെലോസിറ്റി പെർപെൻഡിക്കുലർ ടു ആക്സലറേഷൻ ആണെങ്കിൽ നമ്മൾ പറയുന്നു. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. A.C എന്തായിരിക്കും? A.C ഡോട്ട് പ്രൊഡക്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. A.C അല്ല, സോറി, A.V ആക്സലറേഷൻ ഡോട്ട് വി. ഇതിനു വേണ്ടിയാണ് ഞാൻ നിങ്ങളെ ഡോട്ട് പ്രൊഡക്റ്റ് പഠിപ്പിച്ചത്. A.V എന്ന് പറയുമ്പോൾ A ഇൻറ്റു വി ഇൻറ്റു കോസ് തീറ്റ എന്ന് വരും അല്ലേ? അപ്പോൾ A.V ഈസ് ഈക്വൽ ടു AV ഇൻറ്റു കോസ് 90. എന്തുകൊണ്ടാണ് കോസ് 90? നോക്കൂ, ആംഗിൾ ബിറ്റ്വീൻ വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ ഇൻ യൂണിഫോം സർക്കുലാർ മോഷൻ ഈസ് 90 ഡിഗ്രി. അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? A.Vയുടെ വാല്യൂ എന്തായി പോകുന്നു? കോസ് 90 0 അല്ലേ? അതായത് നമുക്കൊരു എമ്മും കൂടെ ആഡ് ചെയ്താൽ MA.C ഈക്വൽ ടു MA.V കേട്ടോ, V ഈക്വൽ ടു എന്തായിരിക്കും? 0. ഈ മാസ് ഇൻറ്റു ആക്സലറേഷനെ നമ്മൾ പറയുന്ന പേരാണ് ഫോഴ്സ്. സോ F.V എന്തായിരിക്കും? 0. ഈ F എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെൻട്രലോട്ടുള്ള ഫോഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. സെൻട്രിപെറ്റൽ ആക്സലറേഷനെ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സെൻട്രിപെറ്റൽ ഫോഴ്സ്. നോക്കൂ, F.V ഈക്വൽ ടു 0. നിങ്ങൾ വർക്ക് എനർജി പവർ എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കുന്നു. F.V ഈസ് കാൾഡ് വർക്ക് ഡൺ. സോ വർക്ക് ഈസ് ഈക്വൽ ടു 0.
എഫ് ഡോട്ട് വി ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി, നോട്ട് പവർ. വർക്ക് ബൈ ടൈം, ആക്ച്വലി അത് പവറാണ്. പവർ ഫോഴ്സ് ഡോട്ട് വെലോസിറ്റി ആരാണ്? പവറാണ്. പവർ 0 എന്ന് പറയുമ്പോൾ വർക്ക് ഡൺ 0 തന്നെയാണ്. വർക്ക് ഡൺ ഈക്വൽ ടു 0. എന്താ അറിയോ? അതായത് യൂണിഫോം സർക്കുലാർ മോഷനിൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് എവിടെയൊക്കെ ആക്ട് ചെയ്യുന്നുണ്ട്? സെൻട്രലോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് ബോഡിയുടെ മുകളിൽ ചെയ്യുന്ന വർക്ക് ഡൻ്റെ വാല്യൂ 0 ആണ്. എന്താണ്? 0. വർക്ക് ഡൺ 0 ആയാൽ എന്ത് സംഭവിക്കും? ദാറ്റ് ഫോഴ്സ്, ദാറ്റ് ഈസ് സെൻട്രിപെറ്റൽ ഫോഴ്സ്, നോട്ട് ഏബിൾ ടു ഡു എനി വർക്ക് ഓൺ ദ ബോഡി. നിങ്ങൾ ഇനി പഠിക്കും, വർക്ക് ചെയ്താൽ മാത്രമേ കൈനറ്റിക് എനർജി മാറൂ. വർക്ക് ചെയ്താലേ കൈനറ്റിക് എനർജി മാറൂ. ഇപ്പോൾ ബോഡി കറങ്ങുന്ന സമയത്ത് സെൻട്രിപെറ്റൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡൺ 0 എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ബോഡി റിവോൾവ് ചെയ്യുന്ന സമയത്ത് സെൻട്രിപെറ്റൽ ഫോഴ്സ് ബോഡിയെ റിവോൾവ് ചെയ്യാൻ വേണ്ടി മാത്രമേ സഹായിക്കൂ. സെൻട്രിപെറ്റൽ ഫോഴ്സിന് ബോഡിയുടെ സ്പീഡ് ഇൻക്രീസ് ചെയ്യിക്കാനോ ഡിക്രീസ് ചെയ്യിക്കാനോ കഴിയില്ല. Centripetal force not able to increase or decrease the speed of the body. Centripetal force able to change direction, only direction. മനസ്സിലായോ? ഈ കൺസെപ്റ്റ് നിങ്ങൾ വർക്ക് എനർജി പവറിൽ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. എന്നാലും അറിഞ്ഞിരിക്കണം, സെൻട്രിപെറ്റൽ ഫോഴ്സ് ബോഡിയുടെ മുകളിൽ ചെയ്യുന്ന വർക്ക് ഡന്റെ വാല്യൂ 0 ആയതുകൊണ്ട് ബോഡിയുടെ കൈനറ്റിക് എനർജി മാറുന്നില്ല. കൈനറ്റിക് എനർജി മാറുന്നില്ല എന്ന് പറഞ്ഞാൽ സ്പീഡ് മാറില്ല. ഓക്കെ, സോ ഇത് ഓർമ്മിച്ച് വെച്ചോളൂ കേട്ടോ. അപ്പോൾ സർക്കുലാർ മോഷനെ നമ്മൾ മെയിൻലി 3ആയി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. യൂണിഫോം സർക്കുലാർ മോഷൻ, ആക്സലറേറ്റഡ് സർക്കുലാർ മോഷൻ, ഡീസലറേറ്റഡ് സർക്കുലാർ മോഷൻ. നമ്മൾ ഈ ചാപ്റ്ററിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് യൂണിഫോം സർക്കുലാർ മോഷനിലാണ്. യൂണിഫോം സർക്കുലാർ മോഷനിൽ ഏത് ആബ്സെൻ്റ് ആയിരിക്കും? ടാൻജൻഷ്യൽ ആക്സലറേഷൻ 0 ആയിരിക്കും. എൻറ്റയർ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ അത് ആര് തന്നെയാണ്? സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ആണ്. സെൻട്രിപെറ്റൽ ആക്സലറേഷനും വെലോസിറ്റിയും തമ്മിലുള്ള ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രിയാണ്. എന്നാൽ ആക്സലറേറ്റഡ് സർക്കുലാർ മോഷനിലേക്ക് പോയാൽ വെലോസിറ്റിയും ആക്സലറേഷനും തമ്മിലുള്ള ആംഗിൾ അക്യൂട്ടായിരിക്കും. എന്നാൽ ഡീസലറേറ്റഡ് സർക്കുലാർ മോഷനിലേക്ക് വന്നാൽ വെലോസിറ്റിയും ആക്സലറേഷനും തമ്മിലുള്ള ആംഗിൾ ഒബ്റ്റ്യൂസ് ആയിരിക്കും. ഓക്കെ, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത് ഈ ആംഗിളുകൾ, അതുപോലെ തന്നെ ഈ ഫോഴ്സ്, അതുപോലെ അതിൻ്റെ ഡയറക്ഷൻ, ഇതെല്ലാം നല്ല പിക്ചർ വേണം നമുക്ക്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ യൂണിഫോം സർക്കുലാർ മോഷനിലേക്കും അതുപോലെ തന്നെ സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഡെറിവേഷനിലേക്കും പോകും. അതിന് മുന്നേ ഇതെല്ലാം ക്ലിയർ ആയിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നവരെ.